മോളെ ശ്രീകുട്ടി ശരിക്കിരിക്കെ. അച്ഛൻ മുടി നന്നായി ചെയ്യട്ടെ. എന്റെ മോൾക്ക് സുന്ദരിയാവണ്ടേ? വേഗം ആട്ടെ അച്ഛമ്മേ, അച്ഛൻ ഇപ്പോഴിങ്ങെത്തും. എനിക്ക് ഉടുപ്പ് മാറണം, മേക്കപ്പും ചെയ്യണം. പക്ഷെ അച്ഛമ്മേ, അച്ഛൻ എന്റെ മനസ്സിലാവോ? പിന്നെന്താ, അതുകൊണ്ടല്ലേ അച്ഛൻ മോളെ കാണാൻ വരുന്നത്. കരയാതെ സാവിത്രി, ഇന്ന് നമ്മുടെ മോൻ വരുന്ന ദിവസമല്ലേ? സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ. രശ്മിയുടെ കണ്ണീര് കണ്ട് മതിയായി. സഹിക്കാൻ വയ്യ സാവിത്രി. അവളുടെ കണ്ണീര് കണ്ട് ദൈവങ്ങൾക്കും മനസ്സരിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് നീണ്ട 4 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മോൻ തിരിച്ചെത്തുന്നത്. അല്ല, രശ്മി എവിടെ? നീ പോയി ഒന്ന് അവളെ സഹായിക്കേ. രാവിലെ തന്നെ അവൾ എന്നോട് പറഞ്ഞു, ഇന്ന് അമ്മ അടുക്കളയിലേക്ക് വരികയേ വേണ്ട എന്ന്. പുലർച്ചയ്ക്ക് തന്നെ ഉത്സാഹത്തോടെ തുടങ്ങിയിരിക്കുന്നു. പാവം, അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയാണാവോ കടന്നു പോകുന്നത്. ഇനി ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ അച്ഛമ്മേ. ഇന്ന് ഞാൻ ഇടുന്ന ഡ്രസ്സ് ഏതാണെന്ന് അറിയാമോ? അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നതാ. മോൾക്കിപ്പോൾ അത് പാകമാകുമോ? അന്നത് വലുതായിരുന്നു, അച്ഛന് സങ്കടമായി. ഇന്നലെ അമ്മ അത് എന്നെ ഇടിച്ചു നോക്കി. ഇപ്പോൾ നല്ല പാക. അതാണ് ഞാൻ ഇന്ന് ഇടുന്നത്. അവന് സന്തോഷമാകും. അമ്മേ, സത്യവട്ടം റെഡി. ഞാൻ ഇനി ഡ്രസ്സ് ചെയ്ത് വരട്ടെ. ശരി മോളെ, വേഗം ഡ്രസ് ചെയ്തോളൂ. സമയം ഇപ്പോൾ തന്നെ 12 ആയി. മോളൂട്ടി സുന്ദരായിട്ടുണ്ട് കേട്ടോ. രശ്മി, നീയും. സമയം 12:30 അവനിപ്പോൾ എത്തുമായിരിക്കും. മോനെ, അച്ഛാ നോക്ക്, ഞാൻ സുന്ദരിയായിട്ടുണ്ടോ? അച്ഛൻ വാങ്ങിത്തന്ന ഉടുപ്പാ. ആ മോളെ, വളരെ നന്നായിട്ടുണ്ട്. മോനെ, നിനക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലേ? അച്ഛാ, മോനെ, സുരേഷ് ചേട്ടാ. രശ്മി, നീ വല്ലാതെ വിഷമിച്ചു അല്ലേ? ചേട്ടാ, അന്നൊക്കെ ഞാൻ ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നുവല്ലോ. ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ നിന്നെ കാണാൻ, ശ്രീകുട്ടിയെ കാണാൻ, അച്ഛനെയും അമ്മയെയും കാണാൻ ഞാൻ കൊതിച്ചിരുന്നു. എന്തു ചെയ്യാനാ, ആർമിയിലെ കാര്യങ്ങളല്ലേ. ഫിസിക്കൽ ചെക്കപ്പ്, അന്വേഷണങ്ങൾ, ഡോക്യുമെന്റേഷൻ, അങ്ങനെ പലതും കഴിയാതെ എന്നെ അവിടുന്ന് തിരിച്ചയക്കിയില്ലായിരുന്നു. അതാണ് ഇത്രയും വൈകിയത്. എന്നാലും ഞാൻ എത്തിയല്ലോ. സാരമില്ല. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ആർമിയിൽ നിന്ന് വിവരം ലഭിച്ചത്. ചേട്ടനെ തിരിച്ചു കിട്ടിയെന്ന് ഞങ്ങൾ എത്ര സന്തോഷിച്ചെന്നോ. ഇനി ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളുണ്ട് കൂടെ. ചേട്ടന്റെ കണ്ണായി. നിങ്ങൾ ആദ്യം സുരേഷിനെ ഇരുത്തൂ, കാര്യങ്ങൾ പറയാം. ഓ, ഞാനത് മറന്നു. ഇരിക്കൂ, ഇരിക്കൂ, എല്ലാവരും ഇരിക്കൂ. കഴിഞ്ഞ 4 വർഷം
സുരേഷ് കാർഗിലിലെ ഒരു കുഗ്രാമത്തിൽ വൃദ്ധ ദമ്പതികളുടെ കൂടെയായിരുന്നു. സുരേഷിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, ഒട്ടും ഓർമ്മശക്തിയും ഇല്ലായിരുന്നു. 6 മാസം മുമ്പാണ് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഓർമ്മ വന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് അവരോട് തന്നെ ആർമി ക്യാമ്പിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്. അങ്ങനെ അവർ സുരേഷിനെ വളരെ ദൂരെയുള്ള ഒരു ആർമി ക്യാമ്പിൽ എത്തിച്ചു. അദ്ദേഹത്തിന്റെ യൂണിഫോം അവർക്ക് കൈമാറി. അത് കണ്ടപ്പോഴാണ് അവർ അന്വേഷിച്ചതും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തതും. ഞങ്ങൾ ഞങ്ങളുടെ ബറ്റാലിയൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തി. കാഴ്ച നഷ്ടപ്പെട്ടതല്ലാതെ അദ്ദേഹത്തിന് മറ്റു പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാഴ്ച ഒരു സർജറിയിലൂടെ തിരിച്ചു കിട്ടുമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. നമുക്ക് ഒരു ഐ ഡോണറെ കിട്ടണം. ഞങ്ങളും അത് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഒട്ടും വിഷമിക്കരുത്, നമുക്ക് എല്ലാം ശരിയാക്കിയെടുക്കാം. ഇപ്പോൾ സുരേഷിന് വേണ്ടത് നിങ്ങളെല്ലാവരുടെയും സാമീപ്യവും സപ്പോർട്ടുമാണ്. മാഡം, ഇപ്പോൾ സുരേഷിന് വേണ്ടത് മാഡത്തിന്റെ ക്ഷമയും സ്നേഹവുമാണ്. അത് ഒരുപാട് ഗുണം ചെയ്യും. തീർച്ചയായും ഉണ്ടാവും സർ. തീരെ പ്രതീക്ഷയില്ലാതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്റെ സുരേഷ് ഏട്ടനെ തിരിച്ചു കിട്ടിയത്. തീർച്ചയായും സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അവനുണ്ടാവും. ഒരുപാട് നന്ദിയുണ്ട് സാർ. കേശവേട്ട, സുരേഷ് വന്നു അല്ലേ? ഓ, സമാധാനമായി. രാജ്യസേവനത്തിന് പോയ സുരേഷിനെ അവർ തന്നെ തിരിച്ചെത്തിച്ചല്ലോ. പക്ഷേ നമ്മുടെ മോന്റെ കാഴ്ച അമ്മേ, അതെല്ലാം ശരിയാക്കാൻ വഴികളുണ്ട്. ഡോക്ടർമാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. സമാധാനമായിരിക്കും. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടുമാണ് ഇപ്പോൾ സുരേഷിന് അത്യാവശ്യം. അതിൽ ഒട്ടും സംശയം വേണ്ട സർ. തീർച്ചയായും അതുണ്ടാവും. രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടിയ സുരേഷ് ഞങ്ങളുടെ ഹീറോ ആണ്. ഞങ്ങൾ എല്ലാവരും എന്നും സുരേഷിനൊപ്പം ഉണ്ടാവും. ഞാൻ എന്നും എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. വെരി ഗുഡ് മോളെ. പിന്നെ മാഡത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? സർ, ഞാൻ MSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. വെരി ഗുഡ്. നിങ്ങൾക്ക് ഡിഫൻസിന്റെ സിവിൽ ഡിവിഷനിൽ അപ്ലൈ ചെയ്യാമല്ലോ. ഞങ്ങൾ ചെന്ന ഉടനെ ഫോം അയച്ചു തരാം. ഉടൻ തന്നെ ഫിൽ ചെയ്ത് തിരിച്ചയക്കും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമവും ഉണ്ടാവും. ജോലി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഈ അവസ്ഥയിൽ അത് വളരെ ഉപകാരമായിരിക്കും. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു വെരി മച്ച് സാർ. അവൾക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ജോലി കിട്ടേണ്ടതായിരുന്നു. എൻ്റെ ജോലിയിൽ ഒരുപാട് ട്രാൻസ്ഫറുകൾ ഉള്ളതുകൊണ്ട് അവൾ ഇതുവരെ ജോലിക്ക് അപ്ലൈ ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ അവളുടെ ക്വാളിഫിക്കേഷൻ ഒരു പ്ലസ് പോയിന്റ് ആയല്ലോ. അല്ല, നേരം ഒരുപാടായി. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. അയ്യോ വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ. ഞങ്ങൾ ഇറങ്ങട്ടെ. അത് പറ്റില്ല. ഇന്നും ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ലേ. മോള് വളരെ സന്തോഷത്തോടെ ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നു. കഴിച്ചിട്ടേ പോകാവൂ. ശരിയാ. ആരും കഴിക്കാതെ പോകരുത്. എല്ലാവരും വരും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നിങ്ങളും വരും. അയ്യോ വേണ്ട, വീട്ടിൽ ഊണ് റെഡിയാണ്. നിങ്ങൾ കഴിക്കൂ. സുരേഷിനോട് നിങ്ങൾക്ക് ധാരാളം സംസാരിക്കാനുണ്ടാവും. ഞങ്ങൾ പിന്നെ വരാം. മോൾ അച്ഛനെയും കൂട്ടി അകത്തേക്ക് പോകൂ. വരൂ സർ, നമുക്ക് ഊണ് കഴിക്കാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ ഇവരെ യാത്രയാക്കിയിട്ട് വരാം. ഞാനും വരുന്നു. Is miles away, and the day is loud with voice speaking. Yet there isn't a train goes by all day, but I hear its whistle squeaking. All night there isn't a train that goes by, though the night is still for sleep and dreaming. ചേട്ടാ, ചായ. All night
there isn't a train that goes by, though the night is still for sleep and dreaming. മോളെ, നീ അകത്ത് പോയെന്ന് വായിക്കേ. രശ്മി, നീ ഇവിടെ വന്നിരിക്കൂ. എന്താ ചേട്ടാ? രശ്മി, ഇപ്പോൾ ഞാൻ എല്ലാം ഓർക്കുന്നു. നിനക്കറിയോ, ഞാൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നിന്റെ മുഖമാ എന്റെ മനസ്സിൽ വന്നത്. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ നിന്നെ കണ്ട ആ നിമിഷം, കൂടെ നമ്മുടെ കൊച്ചുമോളുടെയും നിന്റെ പ്രാർത്ഥന എന്നും എന്റെ കൂടെ ഉണ്ടാവും എന്നോർത്ത് നമ്മുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് ഞാൻ പോയേ തീരൂ എന്നുറച്ചു. ഞാൻ എന്റെ ട്രൂപ്പിന്റെ കൂടെ ഇറങ്ങി. ചേട്ടൻ കാർഗിൽ മേഖലയിലായിരുന്നു? ഞങ്ങളുടെ ബറ്റാലിയൻ അതിന്റെ ബോർഡറിൽ ആയിരുന്നു. പിന്നെ നിങ്ങളെ ഒന്നും ഓർക്കാൻ നേരമുണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ രക്ഷ അതുമാത്രമായിരുന്നു മനസ്സിൽ. ഏതു നേരവും ജാഗരൂകരായി ഇരിക്കണം. ഷെല്ലുകളുടെ ശബ്ദം കൊണ്ട് അവിടം നിറഞ്ഞിരുന്നു. ഒരു ദിവസം ഫീൽഡിലുള്ളപ്പോൾ പെട്ടെന്നൊരു അതിശക്തമായ ബോംബ് ഞങ്ങളുടെ ഏരിയയിൽ വീണു. പിന്നെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ ചേട്ടൻ ആ വയസ്സായവരുടെ അടുത്ത് എത്തിപ്പെട്ടത്? എങ്ങനെയെന്നറിയില്ല. എനിക്കപ്പോൾ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ഗ്രാമീണർക്ക് ഒരു പാറയിടുക്കിൽ നിന്നാണത്രേ എന്നെ കിട്ടിയത്. ദേഹം മുഴുവൻ മുറിവുകളായിരുന്നത്രേ. അവർ എന്നെ ശുശ്രൂഷിച്ച് ഈ വയസ്സായ അമ്മയെയും അച്ഛനെയും ഏൽപ്പിച്ചു. അവർക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കാഴ്ചയും ഓർമ്മയും നഷ്ടപ്പെട്ടിരുന്നല്ലോ. അവരാണ് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നത്. ഒരു മോനെ പോലെ അവരെന്നെ നോക്കി. അവർ എന്നും പറയുമായിരുന്നത്രേ, മോനെ പേരെന്താണെന്ന് ഓർത്തു നോക്കൂ, മോൻ എവിടെയായിരുന്നു എന്ന് ഓർത്തു നോക്കൂ. എന്നും അങ്ങനെ ഓർത്തു നോക്കിയിട്ടാവാം എനിക്കെന്റെ ഓർമ്മ മെല്ലെ മെല്ലെ തിരിച്ചു വന്നത്. അതൊരു ഭാഗ്യമായല്ലേ? ഓർമ്മ വന്നപ്പോൾ നിങ്ങളെ എല്ലാവരെയും കാണണമെന്ന് തോന്നി. ഞാൻ ആർമിയിലായിരുന്നു എന്നും ഓർമ്മ വന്നു. അങ്ങനെയാണ് ആർമി ഓഫീസേഴ്സ് പറഞ്ഞ പ്രകാരം ഞാനിവിടെ എത്തിയത്. ഓ ചേട്ടാ, ആ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ എത്ര അന്വേഷിച്ചെന്നോ ചേട്ടന് ഒരു വിവരവും ലഭിച്ചില്ല. ആർമിയിൽ നിന്ന് തിരയുന്നു എന്ന് മാത്രമാണ് ഉത്തരം കിട്ടിയത്. ആ നാളുകളൊക്കെ ഞങ്ങൾ എത്ര വിഷമിച്ചെന്നോ. പ്രാർത്ഥന മാത്രം, ദൈവമേ കൈവിടല്ലേ, എന്റെ മോളുടെ അച്ഛനെ തിരിച്ചു തരണേ എന്ന് മാത്രം. അപ്പോൾ നീ നിന്റെ വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല ചേട്ടാ, ചേട്ടന്റെ അച്ഛനും അമ്മയും എന്നെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചത്. അതിനിടയിൽ ചേട്ടനെ ആലോചിച്ച് കരഞ്ഞ് കരഞ്ഞ് അമ്മയ്ക്ക് സുഖമില്ലാതായി. ഞാൻ ധൈര്യം കൈവിട്ടില്ല. ഞാനും കൂടി അമ്മയെയും അച്ഛനെയും വിട്ടുപോയാൽ അവർ തളർന്നു പോകില്ലേ? എന്റെ രശ്മി, നമ്മളുടെ മോളുടെ പഠിത്തവും നോക്കണ്ടേ? അവളെ വിഷമം അറിയിക്കാതെ വളർത്തി. മോളോട് പറഞ്ഞു കൊടുത്തു മോളുടെ അച്ഛൻ ദൂരെ ജോലിക്ക് പോയതാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് സുരേഷേട്ടന്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കും, അവളുടെ മനസ്സിൽ ഈ മുഖം നിറഞ്ഞു നിൽക്കാൻ. അപ്പോൾ നമ്മുടെ അടുത്തുള്ളവരെല്ലാം എന്ത് പറഞ്ഞു? പലരും അടക്കം പറഞ്ഞു തുടങ്ങിയിരുന്നു, 4 വർഷമാകാറായില്ലേ, ഇനി ഒന്നും തിരിച്ചു വരില്ല എന്ന്. പക്ഷേ ഞാൻ അപ്പോഴും പ്രതീക്ഷ കൈവിട്ടില്ല. പ്രാർത്ഥനയോടെ ഇരുന്നു, എന്റെ ചേട്ടനെ കൊണ്ടുവരണേ എന്ന്. രശ്മി, നിന്നെ സമ്മതിച്ചു. നിന്റെ പ്രാർത്ഥനയും പ്രതീക്ഷയും മാത്രമായിരിക്കും ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. ചേട്ടനെ കിട്ടിയെന്ന് ആർമി ഓഫീസർ അറിയിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ പറയാ, വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. ഈ 4 വർഷം സങ്കടപ്പെട്ടതെല്ലാം ഞങ്ങൾ മറന്നു. പിന്നെ ചേട്ടന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. മോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛന്റെ ഫോട്ടോ എടുത്ത് നോക്കും. ചെറിയ കുട്ടിയാണെങ്കിലും എല്ലാം വേഗം മനസ്സിലാകും. നന്നായി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കെന്റെ മോളെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. ചേട്ടൻ വിഷമിക്കല്ലേ, അവർ പറഞ്ഞല്ലോ ഒരു മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുമെന്ന്. സർജറിയിലൂടെ കണ്ണ് കാണാൻ പറ്റുമെന്ന്, എല്ലാം സാധിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. മോളെ ശ്രീകുട്ടി, വാ അച്ഛാ, ഭക്ഷണം കഴിക്കാം. അല്ല കുട്ടികളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? നേരെ എത്രയായി? ഞാൻ എടുത്തു വെക്കാം, വാ ചേട്ടാ. അമ്മ, അച്ഛൻ എപ്പോഴാ എത്തുക? ഇപ്പം വരും മോളെ. അവരെ കൊണ്ടുപോയിട്ട് എത്ര ദിവസമായി? മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് എന്തായെന്ന് അറിയിച്ചില്ലല്ലോ മോളെ. ഒക്കെ ശരിയാകുമെന്ന് വിശ്വസിക്കാം. 4 വർഷമായി കാത്തിരിക്കുന്നതല്ലേ.
കുറച്ചുകൂടി കാത്തിരിക്കണം, അല്ലേ മോളെ? ശരി അച്ഛാ. അച്ഛാ, ഞാൻ കൈ പിടിക്കാം. അച്ഛൻ വീണു പോകും. ഇനി ഞാനാ മോളുടെ കൈ പിടിക്കുന്നത്. അച്ഛനിപ്പോൾ നന്നായി കാണാം മോളെ. അച്ഛനിപ്പോൾ എന്നെ കാണാമോ? മോളുട്ടിയെയും അമ്മയെയും അച്ഛനെയും അച്ഛമ്മയെയും എല്ലാവരെയും നന്നായി കാണാം. ആവും, ഭഗവാൻ നമ്മുടെ വിളി കേട്ടു. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പോൾ തന്നെ മാച്ചാവുന്ന കണ്ണ് കിട്ടി. എല്ലാ പരിശോധനകൾക്ക് ശേഷം ഉടനെ തന്നെ സർജറി ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. സന്തോഷത്തോടെ നമ്മളും റെഡിയായി. ഓപ്പറേഷൻ സക്സസ് ആയി. അതാണ് 3 ആഴ്ച വൈകിയത്. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. മോൾക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തന്നെയാണ് കാഴ്ച കിട്ടിയ കാര്യം ഇവിടെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞത്. ആഹാ, സുരേഷിന് കാഴ്ച ശരിയായി അല്ലേ? സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ് സുരേഷ്. താങ്ക് യു. അതെ അതെ, പിന്നെ വേറെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇതാ മേഡം അപ്പോയിൻമെന്റ് ഓർഡർ. മേഡത്തിന് നല്ലൊരു ജോലിയായി. താങ്ക് യു സർ. ഓ, മോൾക്ക് ജോലിയായോ? ആർമി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് സുരേഷിന് ജോലി കിട്ടാൻ ഒട്ടും വിഷമമുണ്ടാവുകയില്ല. അതും വേഗം സാധിക്കട്ടെ. താങ്ക് യു സാർ. അവൻ രാജ്യത്തിനു വേണ്ടി പോരാടി. രാജ്യം അവനെ കൈവിട്ടില്ല. ശരിയാണ്. ഭാരത ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പൊരുതിയ ധീര ജവാന് നമ്മുടെ ബിഗ് സല്യൂട്ട്. ഒപ്പം നമ്മുടെ സേനയ്ക്കും. Concept, story and script writing by Mrs. Geeta Balasubramanian, direction by Mrs. Rajarajeshwari, and participants were Keshav Nair, played by Mr. Dominic Matthew, Savitri by Mrs. Lily T.M., Sri Lakshmi by Esther Elizabeth Naveen, Army Officer played by Mr. Pradeep E., Vice Freshman by Mrs. Shachita N., Neighbors, Mr. K. Ravindran, Mrs. Bhuvaneshwari Ravindran, Unnikrishnan, and Officer 2 by Mr. T.G. Rajat. Last but not least, special thanks to Mrs. Lata Balasubramanian for all the support.